ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊരിച്ച പത്തിരി, മലബാർ സൈഡിലൊക്കെ കിട്ടുന്ന പൊരിച്ച പത്തിരി, അതേപോലെ തന്നെ നെയ്പത്തിരിയാണ്. അത് നമ്മൾ ഒരേ മാവ് വെച്ചിട്ടാണ് രണ്ടും തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമ്മളെ നെയ്പത്തിരിക്കും ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാട്ടോ. ആ ഒരു നൈസായിട്ടുള്ള പൊടിയാണ്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമ്മൾ ഗ്യാസിൽ ചൂടുവെള്ളം നന്നായിട്ട് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളക്കണം. എന്നിട്ട് നമ്മൾ ആ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് മാത്രം ഒഴിക്കുക. കൂടുതലായിപ്പോയാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ആ ചൂടോടെ കൂടെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇത്രയും വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അത് ആ ഒരു ചൂടോടെ കുഴച്ചെടുക്കണം. അതിന് മുന്നേ നമ്മൾ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ, ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ മതി. തേങ്ങ എടുത്ത് അതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് സവാള എടുത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്താൽ മതി. ഇനി നമ്മൾ ആ തേങ്ങയുടെ മിക്സ് നമ്മൾ ആ മാവിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. അത് കറക്റ്റായിട്ടുള്ള ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ചൂടോട് കൂടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നമ്മളെ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുമല്ലോ, ആ ഒരു പലകയിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഒരു വലിയ ബോൾ പോലെ എടുത്തിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് അധികം തിന്നായിട്ട് പരത്താൻ പാടില്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടുള്ള ഒരു രീതിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്തെങ്കിലും കട്ടറോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്, ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ബോളാക്കി എടുത്തിട്ട് പരത്തിയെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അത് ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ, അത് ഇതിലേക്ക് എണ്ണയിൽ, നല്ല തിളച്ചിട്ടുള്ള എണ്ണയാണ്, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. തീ ഒന്ന് കുറച്ച് വയ്ക്കണം. അതായത് കുറച്ച് അത്യാവശ്യം കട്ടിയുള്ളതാണല്ലോ, അതുകൊണ്ട് അത് വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതപ്പോൾ കുറച്ച് ടൈം എടുത്ത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പൊരിച്ച പത്തിരി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെയ്പത്തിരി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. അതേ സെയിം മാവ് തന്നെ ഒരു ചെറിയൊരു ബോളാക്കി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തീരെ കനമില്ലാതെ, ഇപ്പം നമ്മൾ കനത്തോടെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇത് കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. അത്രയേ ഉള്ളൂ. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ ആ ഒരു സെയിം എണ്ണയിൽ തന്നെ അങ്ങ് പൊരിച്ചെടുക്കുക. നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ, നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മളെ നെയ്പത്തിരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മളെ പൊരിച്ച പത്തിരിയും നെയ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിക്കുക. കണ്ടില്ലേ, ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ നെയ്പത്തിരി ആണെങ്കിലും കണ്ടില്ലേ, ആ ഒരു ലെയർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നോൺ വെജ് കറീൻ്റെ കൂടെ, ഏത് കറീൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.